കുറവിലങ്ങാട് മേജർ ആർക്കെ എപ്പിസ്കോപ്പൽ മർത്തുമറിയം അർക്കദിയാക്കോൻ തീർത്ഥാടന ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ പിറവി തിരുനാളും 8 നോമ്പ് ആചരണവും ആഗസ്റ്റ് 29 ശനിയാഴ്ച മുതൽ സെപ്റ്റംബർ 8 ചൊവ്വാഴ്ച വരെ നടക്കുമെന്ന് പള്ളി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടനുബന്ധിച്ച് ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ തീയതികളിലായി 11ാമത് കുറവിലങ്ങാട് ബൈബിൾ കൺവെൻഷൻ എല്ലാ ദിവസവും 4 മണി മുതൽ 9 മണി വരെ നടക്കും. വയനാട് വടുവഞ്ചാൽ അനുഗ്രഹ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ മാത്യു വയലാമണ്ണിൽ കൺവെൻഷന് നേതൃത്വം നൽകും. ബൈബിൾ കൺവെൻഷന്റെയും 8 നോമ്പ് ആചരണത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ തോമസ് മേനാച്ചേരി അറിയിച്ചു. 8 നോമ്പ് ആചരണത്തിന്റെ സമാപന ദിവസമായ സെപ്റ്റംബർ 8 രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ പരിശുദ്ധ കുർബാനയ്ക്ക് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഈ പള്ളിയിലെ വളരെ പ്രധാനപ്പെട്ട 8 നോമ്പ് തിരുനാളിനോടനുബന്ധിച്ചാണ് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവരുടെ മുഴുവൻ ഒരു പൊതുവായ തിരുനാളാണ് 8 നോമ്പ്. നൂറ്റാണ്ടുകളായി വളരെ കാര്യമായിട്ട് ആചരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്നാണ്. അപ്രകാരമുള്ള തിരുനാൾ ആചരിച്ചിരുന്ന പുരാതന പള്ളികൾക്കിടയിലോ എന്നും 1-ാം സ്ഥാനം കുറവലങ്ങാട് പള്ളിക്കാണ് ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് കുറച്ച് ഈ തിരുനാളിൻ്റെ പ്രൗഢിയും അതിൻ്റെ രീതികൾക്കും എല്ലാം കുറച്ച് ഭംഗം നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് സമീപകാലത്ത് ആ പ്രൗഢിയെല്ലാം വീണ്ടെടുത്ത് പൂർവാധികം പ്രൗഢിയോടും ശോഭയോടും കൂടി ഈ തിരുനാൾ നടത്തി വരുന്ന ഒരു പതിവാണ് ഇപ്പോൾ ഈ പള്ളിയിലുള്ളത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുത്തിയമ്മയുടെ ജന്മപ്പെരുന്നാളാണ് 8 നോമ്പ് തിരുനാൾ. 8 ദിവസത്തെ കഠിനമായ നോമ്പിൻ്റെ ചൈതന്യമാണ്. ആളുകൾ പൂർവ്വകാലങ്ങളിൽ പള്ളിയിൽ വന്ന് താമസിച്ച് 8 ദിവസം ഇവിടെ താമസിച്ച് പള്ളിയിൽ നിന്ന് നേർച്ചക്കഞ്ഞി കുടിച്ച് അവസാനം 8 നോമ്പ് വീടി 8 നോമ്പ് സദ്യയുണ്ട് പള്ളിയിൽ നിന്ന് പോകുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. ഐഫോറി ന്യൂസ്, ഏറ്റുമാനൂർ.